എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ സോളിഡ് സ്റ്റേറ്റ് എന്ന് പറയുന്ന പാഠത്തിൻ്റെ ആദ്യത്തെ കുറച്ച് പോർഷൻസ് പറഞ്ഞായിരുന്നു. ഇനി ബാക്കി നമുക്ക് പറയേണ്ടുന്ന പോർഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ക്രിസ്റ്റലൈൻ സോൾട്ട് എന്ന് പറയുന്ന പോർഷൻ്റെ അതിൻ്റെ സ്ട്രക്ചറും മറ്റു കാര്യങ്ങളൊക്കെയാണ് പറയേണ്ടത്. അപ്പോൾ നമ്മൾ ക്രിസ്റ്റലൈൻ സോളിഡിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്ന പോർഷനിലോട്ട് കിടക്കുകയാണ്. അപ്പോൾ എന്താണ് ഒരു ക്രിസ്റ്റലൈൻ സോളിഡ് എന്ന് നമുക്കറിയാം. കൃത്യമായിട്ടുള്ള റെഗുലർ അറേഞ്ച്മെൻറ്റുള്ള ഡെഫിനറ്റ് ഹീറ്റ് ഫിഷനും ഡെഫിനറ്റ് മെൽറ്റിംഗ് പോയിൻറ്റും ലോങ് റേഞ്ച് അറേഞ്ച്മെൻറ്റും ഒക്കെ ഉള്ള സ്ഥാനത്ത് വിളിക്കുന്ന പേരാണ് ക്രിസ്റ്റലൈൻ സോളിഡ്. ഈ ക്രിസ്റ്റലൈൻ സോളിഡിനകത്തെ 3 ഡയമെൻഷണൽ അറേഞ്ച്മെൻറ്റിനെ ഏത് ക്രിസ്റ്റലൈൻ സോളിഡ് എടുത്ത് നോക്കിയാലും അതിനകത്ത് റെഗുലർ ആയിട്ടുള്ളൊരു ജോമെട്രിക്കൽ അറേഞ്ച്മെൻ്റ് ഉണ്ട്. ആ റെഗുലറായിട്ടുള്ള ജോമെട്രിക്കൽ അറേഞ്ച്മെൻറ്റ്, ആ 3 ഡയമെൻഷണൽ അറേഞ്ച്മെൻറ്റിനെ നമ്മൾ ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് വിളിക്കുന്നു. നമ്മൾ ഡയമണ്ട് മനസ്സിൽ കണ്ട ഡയമണ്ടിൻ്റെ മൊത്തം സ്ട്രക്ചർ 3 ഡയമെൻഷണൽ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നമുക്കറിയാൻ പറ്റും. ആ 3 ഡയമെൻഷണൽ സ്ട്രക്ചറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്രിസ്റ്റൽ ലാറ്റിസ്. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു ക്രിസ്റ്റൽ ലാറ്റിസ് എങ്ങനെയായിരിക്കും രൂപപ്പെടുന്നത്? അതിനകത്ത് കോൺസ്റ്റുവൻറ്റ് പാർട്ടിക്കിൾ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ അനുസരിച്ച് ഡയമണ്ട് ആണെങ്കിൽ അതിനകത്ത് കോൺസ്റ്റുവൻറ്റ് പാർട്ടിക്കിൾ കാർബൺ ആണ്. ഈ കാർബൺ ആറ്റങ്ങൾ അറേഞ്ച് ചെയ്യപ്പെട്ടിട്ടുണ്ടാകുന്ന 3 ഡയമെൻഷണൽ സ്ട്രക്ചറിനെ വിളിക്കുന്ന പേര് ക്രിസ്റ്റൽ ലാറ്റിസ്. അപ്പോൾ 3 ഡയമെൻഷണൽ സ്ട്രക്ചറിൽ നോക്കുമ്പോൾ അതിൽ കാർബൺ ആറ്റങ്ങൾ കാണപ്പെടുമല്ലോ. അങ്ങനെ ആ കോൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിൾസ് ഇവിടെ പറഞ്ഞ എക്സാമ്പിൾ ആണെങ്കിൽ കാർബൺ, ക്രിസ്റ്റൽ ലാറ്റിസിനകത്ത് കോൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിൾസ് കാണപ്പെടും. അങ്ങനെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിൾസ് കാണപ്പെടുന്ന സ്ഥലത്തിന് നമ്മൾ ലാറ്റിസ് പോയിന്റ് എന്ന് വിളിക്കുന്നു. ഇപ്പോൾ 2 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന് ക്രിസ്റ്റൽ ലാറ്റിസ്, ഒരു ക്രിസ്റ്റലൈൻ സോളിഡിനകത്തെ 3 ഡയമെൻഷണൽ അറേഞ്ച്മെൻറ്റിനെ വിളിക്കുന്ന പേര് ക്രിസ്റ്റൽ ലാറ്റിസ്. ആ ക്രിസ്റ്റൽ ലാറ്റിസിനകത്ത് കോൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിൾസ്, അത് ആറ്റം ആവാം, മോളിക്യൂൾസ് ആവാം, അയോൺസ് ആവാം, ആ കോൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിൾസ് കാണപ്പെടുന്ന ആ സ്ഥലങ്ങളെ മാത്രം വിളിക്കുന്ന പേര് ലാറ്റിസ് പോയിൻ്റ്. അപ്പോൾ ഇങ്ങനെ ലാറ്റിസ് പോയിന്റുകളുണ്ട്, ക്രിസ്റ്റൽ ലാറ്റിസ് ഉണ്ട്. ഈ രീതിയിൽ ഒരു ക്രിസ്റ്റലീയ ഘടനയുള്ളൊരു സോളിഡ് നമ്മളുടെ കയ്യിലുണ്ട്. ഈ സോളിഡിൻ്റെ മൊത്തം ഡയമെൻഷണൽ സ്ട്രക്ചറുകൾ നോക്കിയാലും അതിനകത്ത് 14 ടൈപ്പ് ഓഫ് 3 ഡയമെൻഷണൽ അറേഞ്ച്മെൻറ്റ് മാത്രമാണ് പോസിബിൾ. ഞാൻ പറഞ്ഞത് നമുക്കറിയാവുന്ന ഏത് ക്രിസ്റ്റലൈൻ സോളിഡ് എടുത്ത് നോക്കിയാലും അതിൻ്റെ ക്രിസ്റ്റൽ ലാറ്റിസ് എടുത്ത് നോക്കി അതിൻ്റെ 3 ഡയമെൻഷണൽ അറേഞ്ച്മെൻറ്റ് ചെക്ക് ചെയ്താൽ അതിൽ മൊത്തം 14 ടൈപ്പ് ഓഫ് അറേഞ്ച്മെൻറ്റ് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഈ 14 ടൈപ്പിന് അപ്പുറത്തേക്ക് ഒരു പുതിയ ടൈപ്പ് ഓഫ് അറേഞ്ച്മെൻറ്റ് ഇല്ല, സോളിഡിൽ കാണപ്പെടുന്നില്ല. അങ്ങനെയുള്ള 14 ടൈപ്പ് ഓഫ് 3 ഡയമെൻഷണൽ അറേഞ്ച്മെൻറ്റ് നമ്മൾ വിളിക്കുന്ന പേര് ബ്രേവിയസ് ലാറ്റിസ്. അപ്പോൾ 14 ടൈപ്പ് ഓഫ് 3 ഡയമെൻഷണൽ അറേഞ്ച്മെൻ്റ് ഉണ്ട്, അതിൽ വിളിക്കുന്ന പേരാണ് ബ്രേവിയസ് ലാറ്റിസ്. അപ്പോൾ നമ്മൾ പറഞ്ഞ ബ്രേവിയസ് ലാറ്റിസ് 14 ടൈപ്പ് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം യൂണിറ്റ് സെൽ എന്താണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ എന്താണ് യൂണിറ്റ് സെൽ? എന്താണ് യൂണിറ്റ് സെൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ സ്മോളസ്റ്റ് റിപ്പീറ്റിംഗ് പോർഷൻ in a solid is called യൂണിറ്റ് സെൽ. ഒരു സോളിഡിനകത്തെ ഏറ്റവും ചെറിയ ആവർത്തിച്ച് വരുന്ന ഭാഗത്തെ വിളിക്കുന്ന പേരാണ് യൂണിറ്റ് സെൽ. സ്വാഭാവികമായിട്ടും നമ്മളൊരു ക്രിസ്റ്റലീയ ഘടനയിൽ പോയി നോക്കുന്ന സമയത്ത് വാരി വിതറിയിട്ടിരിക്കുകയല്ലോ ഒരു പർട്ടിക്കുലർ അറേഞ്ച്മെൻറ്റ്. ആ പർട്ടിക്കുലർ അറേഞ്ച്മെൻറ്റ് ആവർത്തിച്ചാണ് ഈ ക്രിസ്റ്റലീയ ഘടന രൂപപ്പെടുന്നത്. അങ്ങനെ ആവർത്തിക്കപ്പെടുന്ന ഏറ്റവും ചെറിയ പോർഷനുണ്ട്, ആ പോർഷനെ വിളിക്കുന്ന പേരാണ് യൂണിറ്റ് സെൽ. യൂണിറ്റ് സെല്ലുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് നിരന്തരം ചോദിച്ചു വരുന്നുണ്ട്. നമ്മളിനി പറയുന്ന ഏത് പോർഷനിൽ വേണമെങ്കിലും ആവാം, യൂണിറ്റ് സെല്ലിൽ നിന്ന് ചോദ്യം വരുന്നതേ ഉള്ളൂ. യൂണിറ്റ് സെല്ലിൻ്റെ ഡെഫിനിഷനാണ് ചോദിക്കുന്നത്. ദ സ്മാളസ്റ്റ് റിപ്പീറ്റിംഗ് പോർഷൻ ഇൻ എ സോളിഡ് ഈസ് കോൾഡ് യൂണിറ്റ് സെൽ. നമ്മൾ ബ്രേവിയസ് ലാറ്റിസിലോട്ട് വരുമ്പം യൂണിറ്റ് സെൽ എന്താണെന്ന് അറിയണം, യൂണിറ്റ് സെല്ലിൻ്റെ ഡെഫിനിഷൻ അറിയാം. ഇനി യൂണിറ്റ് സെൽ എന്ന് പറയുന്ന ഐഡിയ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂണിറ്റ് സെൽ എപ്പോഴും ഒരു ക്യൂബിക് സ്ട്രക്ചർ ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ക്യൂബിക് സ്ട്രക്ചർ എന്ന് നമ്മൾ ഇൻട്രൊഡക്ഷനായിട്ട് ക്യൂബിക് എന്ന് പറഞ്ഞാൽ പോലും 100% ഒരു സമചതുരക്കട്ടയാകണമെന്ന് നിർബന്ധമില്ല. അത് നിങ്ങൾക്ക് പിന്നീട് ഈ 14 ടൈപ്പിലോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ തൽക്കാലം പറയുന്നു സ്മാളസ്റ്റ് റിപ്പീറ്റിംഗ് പോർഷൻ എന്ന് പറയപ്പെടുന്ന യൂണിറ്റ് സെല്ല് ഒരു ചതുരക്കട്ടയുടെ ഷേപ്പിലായിരിക്കും ഉള്ളത്. സ്വാഭാവികമായിട്ടും ഒരു ചതുരക്കട്ട, ഈ ചതുരക്കട്ടയുടെ ഷേപ്പ് ഇത് എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യണമെങ്കിൽ അതിൻ്റെ 6 പാരാമീറ്റേഴ്സ് പറയേണ്ടി വരും. പറഞ്ഞത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ചതുരക്കട്ട അത് എങ്ങനെയുള്ള ചതുരക്കട്ടയാണെന്ന് മറ്റൊരാൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ അതിൻ്റെ 6 അളവ് പറയേണ്ടി വരും. ഏതൊക്കെയാണ് 6 അളവ്? ആ 6 അളവ് 3 ലെങ്തും 3 ആംഗിളും ആയിരിക്കും. അതായത് 3 ലെങ്തും
3 ആംഗിളും പറഞ്ഞാൽ കൃത്യം നിങ്ങൾ പറയുന്ന ചതുരക്കട്ട ഏതാണെന്ന് മറ്റൊരാൾക്ക് കൺവേ ചെയ്യാൻ പറ്റും, മറ്റൊരാൾക്കത് മനസ്സിലാക്കാൻ പറ്റും. ഏതൊക്കെയാണ് ആ 3 ലെങ്ത്? ഇപ്പോൾ നമ്മൾ ചതുരക്കട്ടയാണെങ്കിൽ ഇപ്പോൾ നീളം, വീതി, പൊക്കം എന്ന് പറയും. ഇപ്പോൾ സപ്പോസ് ഞാൻ ഈ വരച്ചിരിക്കുന്ന ചതുരക്കട്ടയുടെ ഈ ലെങ്തിനെ എ എന്ന് അടയാളപ്പെടുത്തി. അപ്പോൾ ഈ ലെങ്ത് എ എന്ന് അടയാളപ്പെടുത്തിയാൽ പിന്നെ അണ്ടർസ്റ്റുഡ് ആണ് ഈ ലെങ്ത് എ ആണ്, ഇത് എ ആണ്, ഇത് എ ആണ്. അപ്പോൾ അവിടെയൊന്നും നമ്മൾ എ എന്ന് അടയാളപ്പെടുത്തേണ്ടതില്ല. ഈ ലെങ്തുകൾക്കെല്ലാം പകരം ഞാൻ ഈ ലെങ്തിനെ എ എന്ന് വിളിച്ചു. മറ്റ് എകൾ നമുക്ക് കാണാൻ പറ്റും. ദെൻ ഈ ലെങ്തിനെ ബി എന്ന് വിളിച്ചു. അപ്പോൾ ഈ ലെങ്തിനെ ബി എന്ന് വിളിച്ചാൽ ഇത് ബി ആയിരിക്കും, ഇത് ബി ആയിരിക്കും, ഇത് ബി ആയിരിക്കും. ദെൻ ഈ കുത്തനെയുള്ള ലെങ്തിനെ നമ്മൾ എന്തെന്ന് വിളിച്ചു? സി എന്ന് വിളിച്ചു. അപ്പോൾ ഇത് സി, ഇത് സി, ഇത് സി. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഒരു ചതുരക്കട്ടയിൽ നോക്കിയാൽ 3 ടൈപ്പ് ലെങ്തേ കാണാൻ കഴിയൂ. ഒരു ലെങ്ത് തന്നെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ടൈപ്പ് നോക്കിയാണെങ്കിൽ 3 ടൈപ്പേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്നിനെ എ എന്ന് വിളിച്ചു, ഒരു ടൈപ്പ് ഓഫ് ലെങ്തിനെ എ എന്ന് വിളിച്ചു. ഇങ്ങനെയുള്ളതിനെ എ, ഇത് ബി, ഇത് സി. ദെൻ എക്കും ബിക്കും ഇടയിലുള്ള ആംഗിളിനെ ഗാമ എന്നും, ബിക്കും സിക്കും ഇടയിലുള്ള ആംഗിളിനെ ആൽഫ എന്നും, സിക്കും എക്കും ഇടയിലുള്ള ആംഗിളിനെ ബീറ്റ എന്നും വിളിക്കണം. ഒന്നുകൂടെ നോക്കിയാൽ എക്കും ബിക്കും ഇടയിലുള്ളത് ഗാമ, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഓർഡറിലാണ് പറയുന്നതെങ്കിൽ ബിക്കും സിക്കും ഇടയിൽ ആൽഫ, സിക്കും എക്കും ഇടയിൽ ബീറ്റ, ബിക്കും എക്കും ഇടയിൽ ഗാമ. ഈ കോൺഫിഗറേഷൻ തെറ്റരുത്. ഈ കോൺഫിഗറേഷൻ തെറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ത്രൂ ഔട്ട് ഈ യൂണിറ്റ് സെല്ലിനെ കുറിച്ചുള്ള പഠനം തെറ്റിപ്പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട പോയിന്റ്, യൂണിറ്റ് സെല്ലിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ചതുരക്കട്ടയായിട്ട് മനസ്സിൽ കാണാം. ഒരു ചതുരക്കട്ട എങ്ങനെ ഇരിക്കുന്നു, അത് എന്തുമാത്രം ഉണ്ട്, അതിൻ്റെ സൈസ്, ഷേപ്പ്, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ 6 പാരാമീറ്റർ നമ്മൾ പറയേണ്ടി വരും. ആ പറയേണ്ടുന്ന 6 പാരാമീറ്റർ ഇതാണ് 6 എണ്ണം. ഏതൊക്കെയാണ്? 3 ലെങ്തും 3 ആംഗിളും. ഈ ലെങ്തും ആംഗിളും കൃത്യമായിട്ട് പറഞ്ഞാൽ ഈ ചതുരക്കട്ട എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന യൂണിറ്റ് സെല്ലിൻ്റെ പാരാമീറ്റേഴ്സായിട്ട് നമുക്ക് ഈ 6 എണ്ണം പറയാൻ കഴിയും. എ, ബി, സി ആൻഡ് ആൽഫ, ബീറ്റ ആൻഡ് ഗാമ. അപ്പോൾ സ്വാഭാവികമായിട്ടും എയും ബിയും സിയും ആൽഫയും ബീറ്റയും മാറ്റിക്കൊണ്ട് നമുക്ക് പല ടൈപ്പ് ഓഫ് ചതുരക്കട്ടകൾ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എയും ബിയും സിയും ഈക്വലാക്കി ആൽഫ, ബീറ്റ, ഗാമ തുല്യമാക്കി നിങ്ങളൊരു ചതുരക്കട്ട ഉണ്ടാക്കി. അതേ ചതുരക്കട്ട തന്നെ എല്ലാവരും ഉണ്ടാക്കണം, അല്ലെങ്കിൽ അങ്ങനൊരു ചതുരക്കട്ട മാത്രമേ ഉള്ളെന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും എയിലും ബിയിലും സിയിലും വ്യത്യാസം വരുത്തി, ആൽഫയിലും ബീറ്റയിലും ഗാമയിലും വ്യത്യാസം വരുത്തി നമുക്ക് നമ്പർ ഓഫ് യൂണിറ്റ് സെൽസ്, നമ്പർ ഓഫ് ക്യൂബ്സ്, ചതുരക്കട്ടകൾ ഉണ്ടാക്കാൻ കഴിയും. പക്ഷേ നമ്മളുടെ സോൾഡിൽ പോയി ചെക്ക് ചെയ്ത് നോക്കിയാൽ അത്തരത്തിലുള്ള എല്ലാ ഓപ്ഷൻസും അവൈലബിൾ അല്ല. ഞാൻ പറഞ്ഞു വന്നത്, ഈ ആംഗിളുകളും ലെങ്തും മാറ്റിക്കൊണ്ട് നിർമ്മിക്കാൻ കഴിയുന്ന അനേകം ചതുരക്കട്ടകൾ ഉണ്ടെങ്കിൽ പോലും ഒരു സോളിഡിൽ 7 ടൈപ്പ് മാത്രമേ കാണാൻ കഴിയത്തുള്ളൂ. ആ 7 ടൈപ്പ് നമ്മൾ അടുത്ത പോർഷനിൽ വളരെ വിശദമായിട്ട് പറയും. അപ്പോൾ തൽക്കാലം മനസ്സിലാക്കേണ്ടുന്ന പോയിന്റ്, യൂണിറ്റ് സെല്ലിലൊരു ചതുരക്കട്ടയുടെ ഷേപ്പാണ്. ആ ചതുരക്കട്ട തന്നെ അതിൻ്റെ ആൽഫയും ബീറ്റയും ഗാമയും മാറുന്നതനുസരിച്ച് ഷേപ്പ് വ്യത്യാസപ്പെടും. അങ്ങനെ വ്യത്യാസപ്പെടുന്ന അനേകം ഷേപ്പുകളിൽ 7 ടൈപ്പ് ഓഫ് ഷേപ്പ് മാത്രമേ ഒരു സോളിഡിൽ കാണാറുള്ളൂ. അപ്പോൾ ഷേപ്പിൻ്റെ അടിസ്ഥാനത്തിൽ 7 ടൈപ്പ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയും. ദെൻ ഇങ്ങനെ രൂപപ്പെടുന്ന യൂണിറ്റ് സെൽ, അല്ലെങ്കിൽ ഈ യൂണിറ്റ് സെല്ലുകളിൽ കോൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിൾസ് എങ്ങനെ അറേഞ്ച് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അടുത്ത പോയിന്റ്. നിലവിൽ യൂണിറ്റ് സെല്ലിൻ്റെ ഷേപ്പ് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. രണ്ടാമത്തെ പോയിന്റ്, യൂണിറ്റ് സെല്ലിനകത്ത് കോൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിൾസ് എങ്ങനെ അറേഞ്ച് ചെയ്യപ്പെട്ടു എന്നുള്ളത്. അപ്പോൾ എങ്ങനെ അറേഞ്ച് ചെയ്യപ്പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് പ്രിമിറ്റീവ് ടൈപ്പ്, 2 സെൻറ്റേഡ് ടൈപ്പ്. പ്രിമിറ്റീവ് ആൻഡ് സെൻറ്റേഡ് ടൈപ്പ്. അപ്പോൾ പ്രിമിറ്റീവ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള യൂണിറ്റ് സെല്ലായിരിക്കും പ്രിമിറ്റീവ്. മീൻസ് നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ചതുരക്കട്ട യൂണിറ്റ് സെൽ, ഈ യൂണിറ്റ് സെല്ലിൻ്റെ കോർണറുകളിൽ മാത്രം കോൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിൾസിനെ അറേഞ്ച് ചെയ്താൽ, ആ കോർണറിൽ മാത്രം കോൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിൾസ് അറേഞ്ച് ചെയ്യപ്പെട്ട ടൈപ്പ് ഓഫ് യൂണിറ്റ് സെല്ലുകളെല്ലാം പ്രിമിറ്റീവ് എന്ന് വിളിക്കാം. ദെൻ ഈ സെൻറ്റേഡ് യൂണിറ്റ് സെൽ വരുന്ന സമയത്ത് അത് വീണ്ടും 3 ടൈപ്പ് വരും. ഒന്ന് ബോഡി സെൻറ്റേഡ്, 2 ഫേസ് സെൻറ്റേഡ്, 3 എൻഡ് സെൻറ്റേഡ്. അപ്പം
നമ്മൾ പറഞ്ഞു വന്നിരിക്കുന്ന പോയിന്റ് ഏകദേശം ഇപ്പം നിങ്ങൾ ക്ലിയറായി കാണും. ഷേപ്പ് പല ടൈപ്പ് ഓഫ് ഷേപ്പിൽ ഉണ്ടാക്കാൻ കഴിയുമെങ്കിലും തൽക്കാലം 7 ടൈപ്പ് മാത്രമേ നമുക്ക് ഒരു സോളിഡിൽ കാണാൻ കഴിയുന്നുള്ളൂ. അപ്പം പല ടൈപ്പ് ചതുരക്കട്ടകളിൽ 7 ടൈപ്പ് ഷേപ്പിലുള്ള ചതുരക്കട്ട കാണാൻ കഴിയും. ഇനി 7 ടൈപ്പ് ഷേപ്പിലുള്ള ചതുരക്കട്ടയിൽ എത്ര രീതിയിൽ കോൺസ്റ്റുവന്റ് പാർട്ടിക്കിൾസ് അറേഞ്ച് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ കോർണറിൽ മാത്രം വെക്കുന്ന ടൈപ്പ് വരാം. അപ്പം ഒന്നാമത്തെ ടൈപ്പ് ഒരു യൂണിറ്റ് സെല്ലിൻ്റെ കോർണറിൽ മാത്രമേ കോൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിൾ ഉള്ളൂ. രണ്ടാമത്തെ ടൈപ്പ് ഈ സെൻറ്ററുകളിൽ ആൾക്കാർ വരുന്നതാണ്. ഈ സെൻറ്ററുകളിൽ ആൾക്കാർ വരുന്നതിൽ ബോഡി സെൻറ്റർ പേരിൽ തന്നെ ഉണ്ട്. കോർണറിൽ കോൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിൾ ഇരിക്കുന്നത് കൂടാതെ ബോഡിയുടെ സെൻറ്റർ, അപ്പം നോക്കിയേ, ഇതാണ് ഒരു ബോഡിയുടെ സെൻറ്റർ. ഈ ബോഡിയുടെ സെൻറ്ററിലായിട്ട് ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിൾ ഇരിക്കും. ബോഡിയുടെ സെൻറ്ററിലാണ് ഇരിക്കുന്നത്, ബോഡി സെൻറ്റേഡ്. ദെൻ അപ്പോൾ ഈ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും എന്താണ്, കോർണറിൽ ആളിരിക്കുന്നത് കൂടാതെ ഫേസിൻ്റെ സെൻറ്ററിലൂടെ ആളിരിക്കും. ഇപ്പോൾ സപ്പോസ് നമ്മൾ ഈ വരച്ചിരിക്കുന്ന ചതുരക്കട്ടയാണെങ്കിൽ ഇതിൻ്റെ മുകളിലത്തെ ഫേസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. മുകളിലത്തെ ഫേസ്, ഈ മുകളിലത്തെ ഫേസിൻ്റെ മധ്യഭാഗത്തായിട്ട് നിങ്ങൾക്കൊരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിൾസിനെ വെക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഫേസിൻ്റെ നടുക്കായി കോൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിൾസ് വെച്ചാൽ അതിനെ ഫേസ് സെൻറ്റേഡ് എന്ന് വിളിക്കും. ആൻഡ് നെക്സ്റ്റ് ഈസ് എൻഡ് സെൻറ്റർ. എൻഡ് സെൻറ്റർ മാത്രമാണ് പേരിൽ നിന്നും നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയാത്തത്. എൻഡ് സെൻറ്റർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിൾസിൻ്റെ കോർണറുകളിൽ ആളിരിക്കുന്നത് കൂടാതെ ഏതെങ്കിലും ഓപ്പോസിറ്റായിട്ടുള്ള 2 സെൻറ്ററുകളിൽ, 2 ഫേസ് സെൻറ്ററുകളിൽ ആൾ കാണും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളെ. അപ്പോൾ ഒരു യൂണിറ്റ് സെല്ലിൻ്റെ ഫേസിൻ്റെ മധ്യഭാഗത്ത് ആളിനെ ഇരുത്തണം. എല്ലാ ഫേസിൻ്റെ മധ്യഭാഗത്ത് ആളിനെ ഇരുത്തണ്ട. ഏതെങ്കിലും ഓപ്പോസിറ്റായിട്ടുള്ള 2 ഫേസിൻ്റെ മധ്യഭാഗം, ഉദാഹരണം ഞാൻ ഈ ഫേസിൻ്റെ മധ്യഭാഗത്തായിട്ട് വെച്ചാൽ ഈ ഫേസിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് താഴത്തെ ഫേസാണ്. താഴത്തെ ഫേസിൻ്റെ മധ്യഭാഗത്തുകൂടി ആളിനെ വെക്കണം. അപ്പോൾ ഇങ്ങനെ വെച്ചാൽ ഏതെങ്കിലും ഓപ്പോസിറ്റ് ആയിട്ടുള്ള 2 ഫേസിൻ്റെ സെൻറ്ററിൽ ആളിനെ വെച്ചാൽ എൻഡ് സെൻറ്റേഡ്. അപ്പോൾ ഒന്നുകൂടെ നോക്കണേ, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോർഷൻ യൂണിറ്റ് സെല്ലാണ്. യൂണിറ്റ് സെൽ എന്ന് പറയുന്നത് സ്മാളസ്റ്റ് റിപ്പീറ്റിംഗ് പോർഷനാണ്. അത് എങ്ങനെ ഇരിക്കും എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു അത് 14 ടൈപ്പ് വരാം, 14 ടൈപ്പ് വരാം. അതുകൊണ്ടാണ് 14 ടൈപ്പ് ബ്രേവിയസ് ലാറ്റിസ് എന്ന് വിളിച്ചത്. ഇനി എങ്ങനെ ഈ 14 ടൈപ്പിലോട്ട് എത്തുന്നു എന്ന് ഏകദേശം നമ്മൾ പറഞ്ഞെത്തിയിട്ടുണ്ട്. ശ്രദ്ധിച്ച് നോക്കുക. യൂണിറ്റ് സെല്ലിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ചതുരക്കട്ടയാണ്. ഈ ചതുരക്കട്ടയുടെ അളവ് പറയുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് 6 പാരാമീറ്റർ പറയേണ്ടി വന്നു. 3 ലെങ്തും പറയേണ്ടി വന്നു, 3 ആംഗിളും പറയേണ്ടി വന്നു. ഈ ലെങ്തും ആംഗിളും, ഈ 3 ലെങ്തും 3 ആംഗിളിനെ നമ്മൾ ABC എന്നും ആൽഫ ബീറ്റ ഗാമ എന്ന് റെപ്രസെൻ്റ് ചെയ്തു. ഈ പാരാമീറ്ററുകളിൽ നിന്നും നമുക്ക് കൃത്യമായിട്ട് ഈ ചതുരക്കട്ടയുടെ ഷേപ്പ് കണ്ടുപിടിക്കാൻ കഴിയും. ചതുരക്കട്ടയുടെ ഷേപ്പ് കറക്റ്റായി അനുമാനിക്കാൻ കഴിയും. അങ്ങനെയുള്ള ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് ചതുരക്കട്ടകൾ വരാം. പക്ഷേ ഒരു സോളിഡിനകത്ത്, ഒരു ക്രിസ്റ്റലൈൻ സോളിഡിനകത്ത് അങ്ങനെ എല്ലാ ടൈപ്പ് ഓഫ് ചതുരക്കട്ടകളും വരില്ല. എല്ലാ ഷേപ്പിലുള്ള യൂണിറ്റ് സെല്ലും വരത്തില്ല. 7 ഷേപ്പ് മാത്രമേ വരത്തുള്ളൂ. ആ 7 ഷേപ്പ് നമ്മൾ കൃത്യമായിട്ടത് പറയും. തൽക്കാലം 7 ഷേപ്പ് ഉണ്ടെന്ന് അറിയുക. രണ്ടാമത്തെ പോയിന്റ്, ഈ പറയുന്ന ചതുരക്കട്ടയിൽ കോൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിൾസിന് എങ്ങനെ അറേഞ്ച് ചെയ്യാം. നമ്മൾ ഈ പറഞ്ഞതനുസരിച്ച് 1, 2, 3, 4 രീതിയിൽ അറേഞ്ച് ചെയ്യപ്പെടാം. അപ്പോൾ 4 രീതിയിൽ അറേഞ്ച് ചെയ്യപ്പെടുമ്പോഴത്തേക്ക് നമ്മൾ ഒന്നും കൂടെ ഒന്ന് കണക്കുകൂട്ടി നോക്കണം. 7 ഷേപ്പിലുള്ള ചതുരക്കട്ട, ഓരോ ഷേപ്പിലും 4 രീതിയിൽ അറേഞ്ച് ചെയ്യപ്പെട്ടു എന്ന് വിചാരിക്കാം. 7 ഷേപ്പിൽ ഏതെങ്കിലും ഒരു ഷേപ്പ് നമ്മൾ പരിഗണിക്കുക. ആ ഒരു ഷേപ്പ് യൂണിറ്റ് സെല്ലിൽ ഒരു പ്രിമിറ്റീവ് ടൈപ്പ് ഉണ്ടാക്കാം. അതേ ഷേപ്പിൽ തന്നെ ബോഡി സെൻറ്റേഡ് ടൈപ്പ് ഉണ്ടാക്കാം. അതേ ഷേപ്പിൽ തന്നെ ഫേസ് സെൻറ്റേഡ് ടൈപ്പ് ഉണ്ടാക്കാം. അതേ ഷേപ്പിൽ തന്നെ എൻഡ് സെൻറ്റേഡ് ടൈപ്പ് ഉണ്ടാക്കാം. അങ്ങനെ ആലോചിച്ച് നോക്കിയാൽ 7 ഷേപ്പിൽ 4 ടൈപ്പ് ഓഫ് അറേഞ്ച്മെൻറ്റ് വീതം നടത്തിയാൽ 7 × 4 28 ടൈപ്പ് യൂണിറ്റ് സെൽ ഉണ്ടാകണം. 28 ടൈപ്പ് യൂണിറ്റ് സെൽ ഉണ്ടാകണം. പക്ഷേ നമ്മൾ മുകളിൽ പറഞ്ഞിട്ട് വന്ന പോയിന്റ്, യൂണിറ്റ് സെല്ലിൻ്റെ 3 ഡയമെൻഷണൽ അറേഞ്ച്മെൻറ്റ്, ഒരു ക്രിസ്റ്റലിൻ്റെ 3 ഡയമെൻഷണൽ അറേഞ്ച്മെൻറ്റ് നോക്കിയാൽ എത്ര ടൈപ്പേ ഉള്ളൂ? 14 ടൈപ്പേ ഉള്ളൂ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന പോയിന്റ്, 7 ഷേപ്പുകളും 4 ടൈപ്പും കാണിക്കുന്നില്ല. 7 ഷേപ്പിലുള്ള യൂണിറ്റ് സെൽ, ചതുരക്കട്ടയുടെ രൂപത്തിലുള്ള 7 ഷേപ്പിലുള്ള സാധനം, അതിൽ 4 രീതിയിലുള്ള അറേഞ്ച്മെൻറ്റ് പോസിബിൾ ആണെങ്കിലും എല്ലാവരും എല്ലാ അറേഞ്ച്മെൻറ്റും കാണിക്കുന്നില്ല. ചിലരൊക്കെ ചില അറേഞ്ച്മെൻറ്റുകൾ മിസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ മിസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി 28 ഷേപ്പ് കിട്ടാമായിരുന്നതിൽ
14 ടൈപ്പ് ഷേപ്പ് മാത്രമേ കിട്ടുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ബ്രേവിയസ് ലാറ്റിസ് എത്ര ടൈപ്പാണ്? 14 ടൈപ്പാണ്. അപ്പോൾ ഈ 14 ടൈപ്പ് ബ്രേവിയസ് ലാറ്റിസ് മനസ്സിലാകണമെങ്കിൽ ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിൾസിൻ്റെ അറേഞ്ച്മെൻറ്റും ഈ പറയുന്ന 7 ഷേപ്പും കൂടി അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മൾ ഇനി 7 ടൈപ്പ് ക്രിസ്റ്റൽ സിസ്റ്റം ഏതാണെന്നാണ് അടുത്തായിട്ട് പറയാൻ പോകുന്നത്. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന 7 ടൈപ്പ് ക്രിസ്റ്റൽ സിസ്റ്റമാണ്. 7 ടൈപ്പ് ക്രിസ്റ്റൽ സിസ്റ്റം പറഞ്ഞു വന്നത് എങ്ങനെയാണ്? ഒരു യൂണിറ്റ് സെല്ല് ഒരു ചതുരക്കട്ടയാണ്. ചതുരക്കട്ടയുടെ ആൽഫയും ബീറ്റയും ഗാമയും മാറുന്നതനുസരിച്ച് അതിൻ്റെ ഷേപ്പ് മാറും. അങ്ങനെ ഷേപ്പ് മാറിയ നമ്പർ ഓഫ് ഷേപ്പിലുള്ള ചതുരക്കട്ടകൾ ഉണ്ടാകും. പക്ഷേ അത് നമ്മൾ 7 ടൈപ്പ് മാത്രമേ നമ്മുടെ സോളിഡിൽ കാണാൻ പറ്റത്തുള്ളൂ. ആ 7 ടൈപ്പ് എന്ന് പറഞ്ഞ 7 ടൈപ്പാണ് നമ്മുടെ ബോഡി കിടക്കുന്നത്. ഇതൊരു പരീക്ഷയ്ക്ക് ചോദിക്കുന്ന പോർഷനാണ്. ബുദ്ധിമുട്ടുള്ള പോർഷനാണെങ്കിൽ പരീക്ഷയ്ക്ക് ഇതിൽ നിന്ന് ചോദ്യം കണ്ടിട്ടുണ്ട്. അപ്പോൾ 7 ടൈപ്പ് ക്രിസ്റ്റൽ പിന്നെ യൂണിറ്റ് സെല്ല് ക്രിസ്റ്റൽ സിസ്റ്റത്തിൻ്റെ പേര് തൽക്കാലം നമുക്ക് നോക്കാം. ക്യൂബിക്, ടെട്രഗണൽ, ഓർത്തോംബിക്, ഹെക്സഗണൽ, റോംബോഹെഡ്രൽ, അതിന് വേറൊരു പേരിടുണ്ട്, ട്രൈഗണൽ എന്ന് പറയുന്നൊരു പേരിടുണ്ട്, മോണോക്ലിനിക് ആൻഡ് ട്രൈക്ലിനിക്. അപ്പം 7 ഷേപ്പിലുള്ള ചതുരക്കട്ടകൾ പോസിബിളാണ്. ഓരോ ഷേപ്പിനും നമ്മൾ ഓരോ പേരും കൊടുത്തിട്ടുണ്ട്. ഇനി ഓരോ ഷേപ്പിലുള്ളതിൻ്റെയും പാരാമീറ്റർ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പാരാമീറ്റർ പറയാൻ നമുക്ക് 6 പാരാമീറ്റർ ഉണ്ടെങ്കിലേ ഒരു ചതുരക്കെട്ടിൻ്റെ ഷേപ്പ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ 6 പാരാമീറ്ററും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നമ്മളിത് കാണാപ്പാടുന്ന ടോപ്പിക്കാണ്. ഞാൻ എത്ര വിശദീകരിച്ചാലും ഇതിൻ്റെ ഒരു ഇമേജ് നിങ്ങളുടെ പുസ്തകത്തിലുണ്ട്. ആ ഇമേജും കൂടെ ഐഡൻറ്റിഫൈ ചെയ്ത് നമ്മളത് നോക്കണം. ഈ ഓരോ അളവിനും ആനുപാതികമായിട്ട് ആ ഷേപ്പ് എങ്ങനെയായിരിക്കും എന്നുള്ള ഇമേജും കൂടെ വെച്ചിട്ട് മാച്ച് ചെയ്ത് പഠിക്കുന്നതായിരിക്കും കുറച്ച് നല്ലത്. അപ്പോൾ നോക്കണം. ഇപ്പോൾ ക്യൂബിക് എന്ന് പറയുമ്പോൾ അതിനകത്ത് എയും ബിയും സിയും ഈക്വൽ ആയിരിക്കും. നീളങ്ങൾ എല്ലാം ഈക്വൽ ആയിരിക്കും. ആൻഡ് ആംഗിൾസ് ആൽഫയും ബീറ്റയും ഗാമയും എല്ലാ ആംഗിളും മട്ടകോൺ 90 ഡിഗ്രിയുമായിരിക്കും. എല്ലാ ആംഗിളും തുല്യവുമായിരിക്കും, മട്ടകോണുമായിരിക്കും. ആൻഡ് സോ നോക്കുക. ടെട്രഗണലിൽ എയും ബിയും ഈക്വൽ, എക്കും ബിക്കും ഈക്വൽ ആവാൻ പാടില്ല സി. അപ്പോൾ ഒരു വശത്തിൻ്റെ നീളം മറ്റ് 2 വശങ്ങളെക്കാൾ വ്യത്യാസമായിരിക്കും. അതൊന്ന് മനസ്സിൽ കാണാൻ നമുക്ക് കഴിയണം. ദെൻ ആംഗിളുകളെല്ലാം 90 ഡിഗ്രി തന്നെയായിരിക്കും. ആ ടൈപ്പ് ഓഫ് ഇതിനെ നമ്മൾ ടെട്രഗണൽ എന്ന് വിളിക്കുന്നു. അപ്പോൾ ഈ ടേബിൾ നന്നായി ഒന്ന് നോക്കുക. ഞാനൊന്ന് പറഞ്ഞു പോകാം. പഠിക്കേണ്ടത് നമ്മളിതൊരു കുറച്ച് സ്ട്രെയിൻ എടുത്തത് പഠിക്കേണ്ടി വരും. ഞാനൊന്ന് പറഞ്ഞു പോകാം. ഓർത്തോംബിക് എ ഈക്വൽ ടു ബി നോട്ട് ഈക്വൽ ടു സി ആൽഫ ബീറ്റ ഗാമ ഈക്വൽ ടു 90 ഡിഗ്രി. 3 നീളവും 3 ലെങ്തുകളും തുല്യമാവരുത്, പക്ഷേ 3 ആംഗിളുകളും 90 ഡിഗ്രി ആയിരിക്കണം. അടുത്തത് ഹെക്സഗണൽ എ ഈക്വൽ ടു ബി നോട്ട് ഈക്വൽ ടു സി. 2 നീളം തുല്യം, പക്ഷേ 3ാമത്തെ നീളം വ്യത്യസ്തമായിരിക്കണം. 2 ആംഗിളുകൾ ആൽഫയും ബീറ്റയും 90 ഡിഗ്രി ആയിരിക്കണം. ഗാമ 90 ആകാൻ പാടില്ലെന്ന് മാത്രമല്ല 120 ഡിഗ്രി ആയിരിക്കും ചെയ്യണം. ദെൻ റോംബോഹെഡ്രൽ അല്ലെങ്കിൽ ട്രൈഗണൽ, അതിൻ്റെ പാരാമീറ്റേഴ്സ് നോക്കുക. എ ഈക്വൽ ടു ബി നോട്ട് ഈക്വൽ ടു സി, ആൽഫ ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു ഗാമ. ഇത് 3ഉം തുല്യമായിരിക്കണം, പക്ഷേ 3ഉം 90 ഡിഗ്രി ആവാൻ പാടില്ല. 90 അല്ലാത്ത മറ്റൊരു ആംഗിളിൽ 3 പേരും തുല്യമായിരിക്കണം. ദെൻ മോണോക്ലിനിക് എ നോട്ട് ഈക്വൽ ടു ബി നോട്ട് ഈക്വൽ ടു സി. എയും ബിയും തുല്യമാവാൻ പാടില്ല, അത് സിയോടും തുല്യമാവാൻ പാടില്ല. 3 പേരും തുല്യമാവാൻ പാടില്ല. ആൽഫയും ഗാമയും 90 ഡിഗ്രി ആയിരിക്കണം. ബീറ്റ 90 ആകരുത്, മറ്റേതെങ്കിലും ഒരു ആംഗിൾ ആവാം, 90 ആവാൻ പാടില്ല. ദ ലാസ്റ്റ് വൺ ഇസ് ട്രൈക്ലിനിക്കിനാണ് 3 ലെങ്തും ഈക്വൽ ആവാൻ പാടില്ല, 3 ആംഗിളും ഈക്വൽ ആവാൻ പാടില്ല, അതിട്ട് 90 ഡിഗ്രി ആകാനും പാടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ യൂണിറ്റ് സെല്ലിൻ്റെ ഷേപ്പ് തീരുമാനിക്കാൻ 6 പാരാമീറ്റർ വേണം. ആ 6 പാരാമീറ്ററുകൾ ഈ രീതിയിൽ വരുന്ന സമയത്ത് കിട്ടുന്ന 7 ടൈപ്പ് യൂണിറ്റ് സെല്ലാണ് നമ്മൾ ഈ പടത്തിൽ പറഞ്ഞത്. 7 ടൈപ്പ് യൂണിറ്റ് സെൽ. സ്വാഭാവികമായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞ യൂണിറ്റ് സെല്ലിനകത്തെ 7 ടൈപ്പാണ് ഈ കിടക്കുന്നത്. 7 ടൈപ്പ് ക്രിസ്റ്റൽ സിസ്റ്റം. 7 ടൈപ്പ് ക്രിസ്റ്റൽ സിസ്റ്റം. അപ്പോൾ ഈ 7 ടൈപ്പ് ക്രിസ്റ്റൽ സിസ്റ്റത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതനുസരിച്ച് 4 എണ്ണം വീതം പോസിബിളാണ്. ഏതൊക്കെയാണ് 4 എണ്ണം? പ്രിമിറ്റീവ്, കോർണറിൽ മാത്രം ആളിരിക്കുന്നു. ദെൻ ബോഡി സെൻറ്റേഡ്, ദെൻ ഫേസ് സെൻറ്റേഡ്, ദെൻ എൻഡ് സെൻറ്റേഡ്. ഈ 4 ടൈപ്പ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിൾസ് അറേഞ്ച്മെൻറ്റ് പോസിബിളാണ്. ഈ ഓരോന്നിലും 4 ടൈപ്പ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിൾസ് അറേഞ്ച്മെൻറ്റ് അനുസരിച്ച് 28 ടൈപ്പ് ഓഫ് അറേഞ്ച്മെൻറ്റ് പോസിബിളാണ്. പക്ഷേ ഞാൻ പറഞ്ഞു 28 ടൈപ്പ് ഇല്ല, അത്
എല്ലാ അറേഞ്ച്മെൻറ്റും പോസിബിൾ അല്ല. പകരം കുറച്ച് പേർക്ക് കുറച്ചെണ്ണമേ കാണിക്കാൻ പറ്റൂ. അങ്ങനെ 14 വന്നിട്ടുണ്ട്. അതാണ് 14 ടൈപ്പ് ക്രിസ്റ്റൽസ്. ആ 14 ടൈപ്പും കൂടെ നമുക്കിതിൻ്റെ കൂടെ തന്നെ പറയാം. നമ്മൾ പറഞ്ഞത് 7 ടൈപ്പ് ഷേപ്പ് ഇതാണ്. ഓരോന്നിലും 4 ടൈപ്പിൻ്റെ സാധ്യതയുണ്ട്. പ്രിമിറ്റീവിൻ്റെ സാധ്യത, ബോഡി സെൻറ്ററിൻ്റെ സാധ്യത, ഫേസ് സെൻറ്ററിൻ്റെ സാധ്യത ആൻഡ് എൻഡ് സെൻറ്ററിൻ്റെ സാധ്യത. അങ്ങനെ വരുമ്പോൾ 28 വരണം. എന്നാൽ 14 വരത്തുള്ളൂ. കുറേയൊക്കെ മിസ്സിംഗ് ആണ്. ഏതൊക്കെയാണ് മിസ്സിംഗ് ആണെന്ന് നമ്മൾ നോക്കാം. ക്യൂബിക് കുറച്ച് നമ്മളതിനകത്തൊരു കുറച്ച് കാണാതെ എടുക്കേണ്ടി വരും. ക്യൂബിക് എന്ന് പറയുന്ന ഈ ഷേപ്പിലുള്ള യൂണിറ്റ് സെല്ലിനകത്ത് പ്രിമിറ്റീവ് പോസിബിളാണ്, ബോഡി സെൻറ്റർ പോസിബിളാണ്, ഫേസ് സെൻറ്റർ പോസിബിളാണ്. ടെട്രഗണലിൽ പ്രിമിറ്റീവും ബോഡി സെൻറ്ററും മാത്രമേ പോസിബിൾ ഉള്ളൂ. അതായത് ഫേസ് സെൻറ്റർ എൻഡ് സെൻറ്ററും ഇല്ല. ഓർത്തോംബിക്കിൽ എല്ലാം പോസിബിളാണ്. ഓർത്തോംബിക് എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് ഷേപ്പ് യൂണിറ്റ് സെല്ലിന് പ്രിമിറ്റീവ് കാണിക്കാൻ പറ്റും, ബോഡി സെൻറ്റർ കാണിക്കാൻ പറ്റും, ഫേസ് സെൻറ്റർ കാണിക്കാൻ പറ്റും, എൻഡ് സെൻറ്റർ കാണിക്കാൻ പറ്റും. ദെൻ ഹെക്സഗണലിന് പ്രിമിറ്റീവ് മാത്രമേ കഴിയത്തുള്ളൂ. റോംബോഹെഡ്രലിന് പ്രിമിറ്റീവ് മാത്രമേ കഴിയത്തുള്ളൂ. ട്രൈക്ലിനിക്കിന് പ്രിമിറ്റീവ് മാത്രമേ കഴിയത്തുള്ളൂ. മോണോക്ലിനിക്കിന് പ്രിമിറ്റീവും പറ്റും, എൻഡ് സെൻറ്ററും പറ്റും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതൊന്ന് ആലോചിച്ച് നോക്കണേ. 7 ഷേപ്പിലുള്ള യൂണിറ്റ് സെൽ, അതിൽ കോൺസ്റ്റുവൻ്റ് പാർട്ടിക്കിൾസ് 4 രീതിയിൽ വെക്കാം. 4 രീതിയിൽ വെച്ചപ്പം 28 രീതി വരേണ്ടതായിരുന്നു. 14 വന്നുള്ളൂ. ഏതാണ് 14? നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14. അപ്പം 7 ഷേപ്പിലും കൂടി എല്ലാവർക്കും എല്ലാം കാണിക്കാൻ പറ്റാതെ കാണിച്ചെടുത്ത 14 ടൈപ്പ് യൂണിറ്റ് സെൽ നമ്മുടെ കയ്യിലുണ്ട്. ഈ 14 ടൈപ്പ് യൂണിറ്റ് സെല്ലിൽ നമ്മൾ 14 ടൈപ്പ് ബ്രേവിയസ് ലാറ്റിസ് എന്ന് വിളിക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ ബോർഡിൽ കാണുന്ന ഇത്രയും ടൈപ്പ് ഓഫ് യൂണിറ്റ് സെല്ല് മാത്രമേ ഏത് ക്രിസ്റ്റലിൽ പോയി നോക്കിയാലും, ഏത് സോളിഡ് ക്രിസ്റ്റലിൽ പോയി നോക്കിയാലും കാണുകയുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു നിർത്തിയ പോർഷൻ എന്താണ് ക്രിസ്റ്റൽ ലാറ്റിസ്, എന്താണ് ലാറ്റിസ് പോയിന്റ്, എന്താണ് യൂണിറ്റ് സെൽ, ടൈപ്പ് ഓഫ് യൂണിറ്റ് സെല്ലിനകത്ത് 14 ടൈപ്പ് ബ്രേവിയസ് ലാറ്റിസും 7 ടൈപ്പ് ക്രിസ്റ്റൽ സിസ്റ്റം എല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പോർഷൻ ഇതിൻ്റെ ഈ ഘടനയുടെ ക്രിസ്റ്റലൈൻ സ്ട്രക്ചറിൻ്റെ ഘടനയുടെ ഒരു ഇൻട്രഡക്ഷൻ ടോപ്പിക്കാണ്. ഇത് കൃത്യമായി പഠിച്ചാൽ മാത്രമേ നമുക്ക് ബാക്കി ടോപ്പിക്കുകൾ ഫോളോ ചെയ്യാൻ പറ്റൂ. അപ്പോൾ സോൾഡിനകത്ത് ക്രിസ്റ്റലൈൻ സ്ട്രക്ചറിൻ്റെ ബാക്കി ഘടനകൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.